പേരാമ്പ്രയിൽ പോലീസിന് നേരെ ആദ്യം അക്രമം നടത്തിയത് പ്രതിഷേധക്കാർ എന്ന് തെളിയിക്കുന്ന ദൃശ്യം പുറത്ത്. ഷാഫി പറമ്പിലെത്തിയതിനു ശേഷം പോലീസും പ്രതിഷേധക്കാരും തമ്മിലുള്ള സംഭാഷണം തുടരവെയാണ് പ്രതിഷേധക്കാർക്കിടയിൽ നിന്ന് സ്ഫോടക വസ്തു എടുത്ത് പോലീസിന് നേരെ എറിഞ്ഞത്. അത് എറിയുന്നതിന്റെ ദൃശ്യവും കണ്ണ് തുറന്നൊന്ന് കണ്ടേ. എല്ലാ കള്ളവും എല്ലാ കാലവും മറച്ചു പിടിക്കാൻ പറ്റില്ല. സത്യം എവിടെയെങ്കിലും ഒരിടത്ത് മറഞ്ഞിരിപ്പുണ്ടാകുമെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ കാണൂ. കണ്ടല്ലോ, ആ പ്രതിഷേധത്തിനിടെ പോലീസിനെ കൊടി കെട്ടിക്കൊണ്ടുവന്ന വടി ഉപയോഗിച്ച് അടിക്കുന്നുണ്ട്. അതിനു പിന്നാലെയാണ് ഇതിനിടയിൽ നിന്ന് പ്രതിഷേധക്കാർ പ്രകോപനപരമായിട്ടുള്ള തെറിവിളികൾ നടത്തിയതിനു പിന്നാലെ സ്ഫോടക വസ്തു എറിഞ്ഞത്. ആ സ്ഫോടക വസ്തു എറിയുന്നതിന് മുന്നോടിയായിട്ട് കയ്യിൽ വെച്ചിരിക്കുന്നതിന്റെ ദൃശ്യമാണ് പുറത്തു വന്നിട്ടുള്ളത്. അതായത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഈ പ്രതിഷേധം അക്രമാസക്തമാകണം, അതിലൂടെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശശുദ്ധിയിൽ തന്നെയാണ് ഷാഫി ഉൾപ്പെടുന്നവർ തിരക്കഥയിട്ട് ഇത് നടത്തിയതെന്ന് വ്യക്തമാവുകയാണ്. നേരത്തെ തന്നെ അതിന്റെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. അടിമുടി ഉടായ്പായിട്ടുള്ള ഷാഫി, അദ്ദേഹത്തിന് രാഷ്ട്രീയ കുളങ്കലക്കൽ നല്ല വശമുണ്ട്. പ്രത്യേകിച്ച് വടകര എത്തിയതിനു ശേഷം അദ്ദേഹത്തിന്റെ പിന്നിൽ ഇപ്പോൾ അണിനിരന്നിരിക്കുന്നത് ലീഗ് എന്ന മറവിൽ സുഡാപ്പികളും മൗദൂദികളുമാണ്. എന്തും ചെയ്യാൻ മടിയില്ലാത്തവർ. അവർ ഒരുക്കിയ ഒരു പ്ലാനാണ് അവിടെ നടപ്പാക്കിയത്. അത് ദൃശ്യത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. പോലീസുമായി ഉന്തും തള്ളും നടക്കുന്നതിനിടയിൽ അവർക്ക് നേരെ കൊടിയിലെ വടി ഉപയോഗിച്ച് അടിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം അവർ തിരിച്ച് ഉന്തിയും തള്ളിയും പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ സ്ഫോടക വസ്തു എറിഞ്ഞത്. ഇതിനുശേഷമാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു എന്ന് വെളിവാവുകയാണ്. നേരത്തെ ലക്ഷ്യം വെച്ചിരുന്നത് ഇത് തന്നെയാണ്. അയ്യപ്പന്റെ സ്വർണവുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമില്ല, ഒരു ക്യാമ്പസിലെ വിഷയമെടുത്ത് ഷാഫിയുടെ ഷോ ആയിരുന്നു. എന്നിട്ട് മൂക്കിൽ പോലും പരിക്കേൽക്കാതെ, മൂക്കിൽ പരിക്കേറ്റു എന്ന് മാധ്യമങ്ങളിലൂടെ തോന്നിപ്പിക്കുന്ന തരത്തിൽ ചില പ്രചരണങ്ങൾ നടത്തി ആശുപത്രിയിൽ പോയി കിടന്നാൽ അത് കണ്ണടച്ച് വിശ്വസിക്കാൻ ഈ നാട്ടിലുള്ളവർക്ക് തൽക്കാലം ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും പ്രകോപനം സൃഷ്ടിച്ച് സംഘർഷാവസ്ഥ ഉണ്ടാക്കിയതിനു ശേഷം ഇപ്പോ ഇരവാദം പറഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ഫോടക വസ്തു വീണ് പരിക്കേറ്റ പോലീസുകാരുണ്ട്. പോലീസുകാരും മനുഷ്യരാണ്. പോലീസുകാരെന്ന് പറഞ്ഞാൽ സമരക്കാർക്ക് കയ്യേറ്റം ചെയ്യാനോ ആക്രമിക്കാനോ ഉള്ളവരല്ല. അവർ ക്രമസമാധാന പാലനം നിറവേറ്റുന്നു എന്ന ഒറ്റ കാരണത്താൽ കോൺഗ്രസുകാരെ കാണുമ്പോൾ അവരെന്ത് ചെയ്താലും കയ്യും കെട്ടി അതെല്ലാം ഏറ്റുവാങ്ങേണ്ടവരാണ് എന്ന് കേരളത്തിലെ മാധ്യമത്തിലെ ചിലരെല്ലാം ക്ലാസ് എടുക്കുന്നുണ്ട്. ഇമാതിരിയുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയും കയ്യേറ്റം ചെയ്തിട്ടും ഏറ്റവും ഒടുവിൽ അവർ വലിയ തോതിൽ ലാത്തി ചാർജ് ചെയ്തില്ല. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ കണ്ണീർ വാതക ഷെല്ലാണ് പ്രയോഗിച്ചത്. അതെങ്കിലും ചെയ്യണ്ടേ? ഈ ദൃശ്യത്തിലോട്ട് അങ്ങോട്ട് നോക്കിയേ. പച്ചയായ മനുഷ്യർക്ക് നേരെ സ്ഫോടക വസ്തു വലിച്ചെറിയുന്നത് ഒന്ന് നോക്കിയേ. അപ്പോ കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. സ്ക്രിപ്റ്റഡ് ആയിരുന്നു.
കഥയും തിരക്കഥയും ഉണ്ടായിരുന്നു. ഷാഫി സംവിധാനം ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഇരവാദവുമായി ആശുപത്രിയിൽ കിടക്കുമ്പോൾ നേരത്തെ തന്നെ പേരാമ്പ്രയിൽ ഒരു സംഭവവികാസം ഉണ്ടാക്കി കേരളത്തിലാകമാനം തെരുവുകളിൽ അത് പ്രതിഷേധ പ്രകടനമാക്കി അതിന്റെ മറവിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ കളത്തിലിറക്കാനുള്ള തന്ത്രമായിരുന്നു. എന്നിട്ടിപ്പോൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പണമടച്ച് ഇല്ലാത്ത ശസ്ത്രക്രിയ നടത്തിയെന്ന ഒരു കഥയൊക്കെ ഇറക്കി വിട്ടാലും ഒരു മെഡിക്കൽ ബുള്ളറ്റിനൊക്കെ സ്വാധീനത്തിന്റെ പേരിൽ പുറത്തു വന്നാലും കണ്ണടച്ച് വിശ്വസിക്കാൻ തൽക്കാലം ഈ നാടിന് സൗകര്യമില്ല. പോലീസിന് നേരെ അക്രമം ഒഴിച്ചുവിട്ടതിന് ശേഷം ഈ ജനക്കൂട്ടത്തെ പ്രകോപനപരമായി അവരുടെ നേരിലേക്ക് നയിച്ചു കൊണ്ടുവന്ന വ്യക്തിക്ക് ഒരു ചെറിയ തല്ല് കിട്ടിയപ്പോൾ കേരളത്തിലെ മാപ്രകൾക്ക് നൊന്തുവെങ്കിൽ തൽക്കാലം ആ വേദന കടിച്ചമർത്താനേ നിർവാഹമുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിലിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുകയാണ് വേണ്ടതെന്ന് ദൃശ്യം കൃത്യമായി തെളിയിക്കുന്നുണ്ട്. അതിൽ അടിയന്തര നടപടി കൂടിയേ തീരൂ.